ഹായ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ക്രിസ്പി ആയിട്ടുള്ള കത്തിരിക്ക ബജിയാണ്. അപ്പോൾ കത്തിരിക്ക ഇഷ്ടമില്ലാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ബജി ഉണ്ടാക്കി കൊടുത്താൽ തീർച്ചയായും കഴിച്ചു പോകും. അത്രയ്ക്ക് ടേസ്റ്റാണ്, ക്രിസ്പിയുമാണ്. എന്നാൽ ഇതൊരു വെറൈറ്റി ടേസ്റ്റുമാണ് കേട്ടോ. എല്ലാ പേരും കടലമാവ് ഉപയോഗിച്ചിട്ടല്ലേ നമ്മുടെ കത്തിരിക്ക ബജിയൊക്കെ ഉണ്ടാക്കുന്നത്. എന്നാൽ ഇത് വെറൈറ്റി ആയിട്ട് കടലമാവില്ലാതെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാ പേരും സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണേ. കൂടെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഇന്ന് കത്തിരിക്ക ബജിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഈ വലിപ്പത്തിലുള്ള 3 കത്തിരിക്കയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിനി നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? നല്ല കനം കുറച്ചാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. എന്നാൽ തീരെ കനം കുറയ്ക്കണ്ട, ഈ ഒരു കനമൊക്കെ വേണം കേട്ടോ, അല്ലെങ്കിൽ അത് പെട്ടെന്നത് പൊടിഞ്ഞു പോകും എടുക്കുമ്പോഴൊക്കെ. അപ്പോൾ ഈ ഒരു കനത്തിൽ കട്ട് ചെയ്തെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനുള്ള മാവ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇന്ന് തികച്ചും വ്യത്യസ്തമായി ഇവിടെ എടുത്തിട്ടുള്ളത് മൈദാമാവാണ് കേട്ടോ. ഞാനിവിടെ 1 കപ്പ് അളവിലാണ് മൈദാമാവ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാ പേരും ബജിക്ക് കടലമാവാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ മൈദാമാവ് വെച്ചിട്ടൊരു വെറൈറ്റി ബജിയാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത്. മൈദാമാവിലേക്ക് നമുക്ക് കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കാവേ. മൈദാമാവിലേക്ക് 5 ടീസ്പൂൺ അളവിൽ അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തതായി വേണ്ടുന്നതാണ് മുളക് പൊടി. ഒരു 1.25 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. 1/4 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ 1/4 ടീസ്പൂൺ അളവിൽ സോഡാപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്, കണ്ടില്ലേ? ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ നമുക്ക് വേണ്ടുന്നത്. അതായത് ഒത്തിരി അങ്ങ് ലൂസ് ആവാനും പാടില്ല, എന്നാൽ ഒത്തിരി അങ്ങ് കട്ടിയാവാനും പാടില്ല. ഓക്കെ, ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കത്തിരിക്ക ഇതിൽ ആഡ് ചെയ്ത് നമുക്ക് പൊരിച്ചെടുക്കാം. പാനിലേക്ക് ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഓയിലും ഉപയോഗിക്കാവുന്നതാണ്. ഓയിലൊക്കെ ഒന്ന് ചൂടാവുമ്പോൾ നമ്മുടെ മിക്സിലോട്ട്, കണ്ടില്ലേ, ഈ ഒരു കത്തിരിക്ക ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഓയിലിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളവയും ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളെല്ലാം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു സൈഡ് നല്ലോണം ഒന്ന് വെന്ത് കിട്ടട്ടെ. അപ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഒരു വശം നല്ലോണം മൊരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കത്തിരിക്ക ബജി ഇവിടെ റെഡിയാണ്. നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. കാണുമ്പോൾ തന്നെ അറിയില്ലേ, നല്ല സൂപ്പറായിട്ട് ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ളവയും എണ്ണയിൽ നിന്ന് കോരി മാറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള കത്തിരിക്ക ബജി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നല്ല ക്രിസ്പിനെസ് ആണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. ഈവനിങ്ങിലൊക്കെ നമുക്ക് ചായയോടൊപ്പം കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ കത്തിരിക്കയൊന്നും ആർക്കും അങ്ങനെ ഇഷ്ടമില്ലാത്തതാണ്. ഇങ്ങനെ ഒരു ബജി ഉണ്ടാക്കിയാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ക്രിസ്പിയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.